വയനാട്ടിൽ മഴക്കാലമായാൽ സ്ഥിരമായി വെള്ളത്തിനാൽ ചുറ്റപ്പെടുന്ന കോളനിക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ആദ്യഘട്ടം ജില്ലയിലെ 3 താലൂക്കുകളിലുമായുള്ള 6 കോളനികളിലെ 200 പേരെയാണ് മാറ്റിപ്പാർപ്പിക്കുക. വയനാട്ടിൽ മഴക്കാലത്ത് സ്ഥിരമായി വെള്ളം കയറുന്ന കോളനികളിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്ന പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായി ഇത് നടപ്പാക്കും. പദ്ധതി പ്രകാരം 6 കോളനിക്കാരെയാണ് മാറ്റിപ്പാർപ്പിക്കുക. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ വികസന സമിതിയിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് സമർപ്പിച്ചത്. നൂൽപ്പുഴയിലെ കാക്കത്തോട്, കോട്ടത്തറയിലെ വൈശ്യൻ, പനമരത്തെ മാത്തൂർ പൊയിൽ, പുൽപ്പള്ളിയിലെ പാളക്കൊല്ലി, പരക്കുനി, പുഴങ്കുനി എന്നീ കോളനികളായുള്ള 200 പേരെയാണ് മാറ്റിപ്പാർപ്പിക്കുക. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി 30-ന് നടക്കുന്ന യോഗത്തിൽ സമർപ്പിക്കാൻ കളക്ടർ കെ ശിവേന്ദ്രകുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് പ്രപ്പോസൽ കൊടുത്തിരുന്നു, അതിൽ ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ മഴക്കാലത്ത് എല്ലാ വർഷം കഴിഞ്ഞ് 10-15 വർഷം ഡാറ്റ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഏത് കോളനി എല്ലാ വർഷം പ്രശ്നമാണ്. 1 മാസം 2 മാസം ക്യാമ്പിൽ ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. എങ്ങനെ കോളനി ആൾക്കാർക്ക് ഒരു പക്രം വരെ നല്ല ഭൂമി മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജൂൺ ജൂലൈ മാസത്തിനത് ഞങ്ങൾ ചെയ്യാം. മഴക്കാലത്ത് ദുരിതം അനുഭവിക്കുന്ന കോളനികൾ വേറെയുമുണ്ട് വയനാട് ജില്ലയിൽ. ഇവയെ മുൻഗണനാടിസ്ഥാനത്തിൽ തരംതിരിച്ച് ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് മാറ്റിപ്പാർപ്പിക്കും. റിപ്പോർട്ടർ, വയനാട്.